ഹായ് കൂട്ടുകാരെ, നമുക്ക് മാംഗോ ഐസ്ക്രീം റെഡിയാക്കിയാലോ. മാങ്ങയും വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ട് നമുക്ക് ഈ 3 ഐറ്റം കൊണ്ട് മാംഗോ ഐസ്ക്രീം റെഡിയാക്കാം കേട്ടോ. 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാലും വേണം കേട്ടോ. അപ്പോൾ ഞാൻ പാല് തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ചതാണ്. ഒരുപാട് വലിയ മാങ്ങയൊന്നും അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ 5 എണ്ണം എടുത്തേക്കണത്. നമുക്കിത് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. മാങ്ങ അരിഞ്ഞതിൽ നിന്ന് 2 കഷ്ണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കണം കേട്ടോ. മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു കപ്പിൽ വെച്ചിട്ട് അളന്നെടുക്കണം എത്രയുണ്ടെന്ന്. ഗ്യാസ് കത്തിച്ചിട്ട് ഇത് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണത്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെയും എന്നാൽ മാങ്ങ ഉടഞ്ഞും പോകരുത്. ഗ്യാസ് ഓഫ് ചെയ്യുക, എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ഈ മാങ്ങ. മെഷറിംഗ് കപ്പിലേക്ക് നമുക്കൊന്ന് മാങ്ങ ഒന്ന് അളന്നെടുക്കാം കേട്ടോ. 1 കപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇത്രയും കൂടി ഉള്ളൂ കേട്ടോ. ഞാൻ ആ മാങ്ങ അളന്നെടുത്തത് ആ പാനിലെ നമ്മൾ നേരത്തെ മാങ്ങ വേവിച്ചെടുത്തില്ലേ, അതിലേക്ക് തന്നെ ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ മാങ്ങക്ക് നല്ല മധുരമുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളിയൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പോൾ മാങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. കുറച്ചധികം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാങ്ങ അളന്ന് നോക്കിയപ്പോൾ അതേപോലെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. കേക്കൊക്കെ ഐസിങ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റായിട്ട് എടുക്കുമല്ലോ, അത്രയും അങ്ങോട്ട് ആകണ്ട കേട്ടോ. ഒരു ലൂസായിട്ടുള്ള ആ ഒരു ഇതിൽ നിർത്തിയാൽ മതി. ഞാൻ ദേ ബീറ്റർ കൊണ്ടാണ് കേട്ടോ ചെയ്യണത്. മിക്സിയിലിട്ടിട്ടും നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. 1/2 സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഇത്രയും മതി കേട്ടോ. ഈ ഒരു ലൂസിൽ മതി. കേക്കൊക്കെ ഐസിങ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കി എടുക്കും, അത്രയും വേണ്ട. നമുക്കിനി ഈ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്നും കൂടി വിപ്പ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ പാലെടുത്ത് വെച്ചത് ഒഴിച്ചില്ലല്ലോ എന്ന് ഓർത്താ. അപ്പോൾ നമുക്കിപ്പോൾ പാലെടുത്തിട്ട് ഒന്നും കൂടി വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പാലൊഴിച്ച് കൊടുക്കണേ. ഞാൻ ട്രേ ഒക്കെ എടുത്ത് ട്രേയിലേക്കൊക്കെ ആക്കാന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കണമായിരുന്നു. അപ്പോഴാണ് പാലെടുത്ത് വെച്ചത് ഒഴിച്ചില്ല. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ മാങ്ങയുടെ കഷ്ണം, അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് മാറ്റാം. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതിലിരിപ്പുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പൾപ്പില്ലേ മാങ്ങയുടെ, അത് നമുക്ക് കുറച്ചെല്ലായിടത്തും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ചുണ്ടായിരുന്നതും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. നമുക്ക് ഈ ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി മൂടി വെച്ച് ഒന്ന് മൂടിക്കൊടുക്കാം. നമുക്കിത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഫ്രീസറിൽ വെച്ച മാംഗോ ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറക്കാം. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ വന്നിട്ടുണ്ട്. മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ കിടക്കണുണ്ട്. ഈ മാങ്ങയുടെ കഷ്ണങ്ങളും നമ്മൾ ആ പ്യൂരിയൊക്കെ ഇട്ടില്ലേ, അതൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ആ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാങ്ങയുടെ കഷ്ണമൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.